എന്നൊന്ന് അടിച്ചു നോക്കടാ. എന്നടി എടാ നീ ഇത്ര നേരം എന്റെ നല്ലടാ അടി വാങ്ങിച്ചത്. ഒരെണ്ണ എന്നെ തിരിച്ചടിക്കടാ. നീ ആ റേഡിയോ ഓഫ് ചെയ്യടി. അത് റേഡിയോ അല്ലടാ പൊട്ട. എന്റെ അടി കിട്ടിട്ട് നിന്റെ ചെവി മൂളണതാ അത്. എന്തുവേട്ടാ പ്രശ്നം? നീ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങുവാടാ നീ. നിന്നെ ഞാൻ പുതപ്പിച്ചിട്ടേ പോകത്തുള്ളൂടി. നീ പോവും, നീ മോളിലോട്ട് പോവും. എന്റെ പെണ്ണുമ്പിള്ള വീട്ടിൽ പോകുന്നത് നിനക്കെന്താടി ഇത്ര അസുഖം? എടാ നിന്റെ പെണ്ണുമ്പിള്ള നിനക്ക് ചേരില്ലാന്ന് പറഞ്ഞോണ്ടല്ലടാ നീ എന്റെ അടുത്ത് വന്ന് ചേർന്നത്. അല്ലടാ നിന്റെ അടുത്ത് വന്ന് ചേരാ. നീ എന്തോ അറബിക്കടൽ? അറബിക്കടലാണോ ഞാൻ? അതേടാ. നീ ഇപ്പൊ എന്നെ അടിച്ചെന്തിനാ? അറബിക്കടലല്ലേ, ഒരു തെര വന്ന് അടിച്ചതാന്ന് വിചാരിച്ചാ മതി. അവൻ പോയ ആദ്യത്തെ ഭാര്യയുടെ അവിടത്തേക്ക് പോണത്ര അവന്. തീപ്പെട്ടില്ലാതെ നീ ബീഡി കത്തിക്കണമെന്ന് എനിക്ക് കാണണോടാ എനിക്ക്. ഞാൻ ചോദിച്ചതിന് നീ മറുപടി പറയടാ. എവിടെ ഇരിക്കുന്ന പൈസ? എവിടെ ഇരിക്കുന്നതാ? 900 രൂപയ്ക്ക് പാറമട തമരടിക്കുന്നതിനാണ് ഞാൻ. 900 രൂപ 900 കുണുവ. എന്റെ കുഞ്ഞിന് ഒരു നിക്കറിടാനില്ല. നിങ്ങൾ വന്നൊന്ന് നോക്കണം. നിക്കറിടാൻ നിൽക്കുന്ന ചെറുക്കൻ എന്തിനാ അവര് വന്നു? അവർക്കൊക്കെ വേറെ പണിയുണ്ടടി. നാട്ടുകാരോട് പറയാൻ നിൽക്കാണ്ട് നീ ഇവിടത്തെ എനിക്ക് മുന്നിൽ ചെലവിന് നാടാ നീ. മനസ്സില്ല. ഇപ്പൊ ഇവിടെ നിൽക്കാൻ മനസ്സില്ല. ഞാൻ എന്റെ ആദ്യമായി രാധമ്മയായിട്ട് ബാബു. ഗോതമ്മ അവള് നിന്നെ എന്തിനു കണച്ചിലെടുത്തിട്ട് എന്തിനെടുത്തിട്ടടാ? ഞാൻ ചാവുമ്പോ വെള്ളം കുടിച്ച് അത്തോട്ടെന്ന്. നീ എന്നെ പട്ടി അഴിച്ചു വിട്ട് കളിച്ചില്ലടി. കടുപ്പിക്കപ്പെടാ കാല. ഇളകിയവന്. എടാ അവളേക്കാൾ എന്ത് കുറവാണ് എനിക്കുള്ളത്? പറയില്ല അവൻ എന്റെ കുറവ്. അവൻ പറയില്ല. എനിക്ക് കുറവില്ലല്ലോ. ഇപ്പൊ രാവിലെ 8:30 നിന്റെ കുറവ് പറയാൻ നിന്ന വെളുപ്പാങ്കട 5 മണിക്ക് ചന്ദ്രികയുടെ ബസ്സിനകത്ത് എനിക്ക് പോകാൻ പറ്റും. അത്ര കുറവുണ്ട് നിനക്ക്. എടാ എനിക്ക് കുറവുണ്ടെങ്കിൽ നീ പിന്നെ എന്തിനാണ് എന്നെ കെട്ടിയത്? എന്തിന്? എന്റെ വീട്ടിൽ വന്ന് കിടന്നല്ലടാ നീ. എന്തിന്? നിന്റെ വീട് എന്റെ വീടാ അത്. ചന്ദ്രി, വീടിനെ കുറിച്ച് പറയല്ലേ. വീടിനെ കുറിച്ച് എന്നോട് പറയല്ലേ. സോളമാ, നീ കേക്കണം. എടാ നീ കേട്ടിട്ട് പോടാ. ഞാൻ എവിടെ കെട്ടിക്കേറി ഞാൻ ഇവിടെ വരുമ്പോണ്ടല്ലോ. സത്യം, ഞാൻ ഇവിടെ കെട്ടിക്കേറി വരുമ്പോ എവിടെ വീട് വേണ്ടേ? ഇതുണ്ടോ? ഇത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പിനകത്താണ് എവിടെ ഈ കൊട്ടാരം എന്ന് പറഞ്ഞത്. താഴത്തെ ഇവിടെ ദാണ്ട ഇവിടെ അച്ഛനും അമ്മയും കിടക്കുന്നു. ഇവിടെ അടുക്കള. ഇത് മേളത്തെ നില മണിയറ. എന്നാ വാ. പിന്നെ ഒരു ഗുണമുണ്ട്. ബാത്തക്കച്ചിര ഇതിന്റെ ഒരു അറ്റം അങ്ങ് പണയിലോട്ട് കിടക്കുക. വാഴപ്പണയിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഞാൻ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് അവള് ചീനി പോലെ. ഞാനേ അതിനകത്ത് ഇത്രയും നാള് കിടന്ന് സത്യം പറയാം. അതിനകത്ത് ഞാൻ വളഞ്ഞതാണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ വളഞ്ഞ് റാ പോലെ. എനിക്ക് പണിക്ക് പോകാൻ വയ്യെന്ന പണിക്ക് പോകാൻ. രാവിലെ പണിക്ക് പോകുമ്പോ ഇങ്ങനെ ഇരിക്കുക. ഇങ്ങനെ നാടുന്നു. അവസാനം ഞാൻ എന്റെ സുഹൃത്തിനെ വിളിച്ചു. അവൻ കൊണ്ടുവന്ന കൂടത്തിന് ഇങ്ങനെ അടിച്ച് നിമർത്ത്. അങ്ങനെ ഞാൻ പണിക്ക് പോകുന്നത്. എന്റെ വിയർപ്പും കണ്ണീര് കൊണ്ട് കെട്ടിയതാടി ഈ വീട്. അപ്പൊ അത് സിമെന്റും മണലോണ്ട് ഉണ്ടാക്കിയതല്ലേ? ലോകം കാണണോടാ. ഇറങ്ങി ലോകം കാണു നീ. എന്റെ കൂടെ വന്നിട്ടല്ലേടി നീ ലോകം കണ്ടത്? അതിനു മുമ്പ് ഞാൻ ലോകം കണ്ടിട്ടുണ്ടാ. എനിക്ക് മനസ്സിലായി, കണ്ടിട്ടുണ്ട്. ഈ വീട് കെട്ടിയതിനു ശേഷം ഞാൻ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങിച്ചോണ്ട് വന്നായിരുന്നോ? അപ്പൊ നീ എന്ത് ചോദിച്ചത്? തലയില്ലാത്ത കുക്കിന്റെ പ്രതിമ എന്തിനാ വാങ്ങിച്ചോണ്ട്? അവൾ ആ ലോകം കണ്ടിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചോദിക്കണോ? എന്റെ കുടുംബത്തിൽ ഇരുന്നിട്ട് നീ ചെവിയെ നുള്ളിക്കോ പോവാല. എന്റെ അച്ഛൻ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാൻ ഈ ലോകം കാണും. നിന്റെ അച്ഛന്റെ ആരോഗ്യത്തെ കുറിച്ചൊന്നും പറയല്ലോ. സത്യം, ഞാനിവിടെ വരുമ്പോ ഈ പൈപ്പിനകത്ത് വളഞ്ഞൊരു അസ്ഥി കൂടെ അങ്ങനെ കണ്ണിങ്ങനെ ചിമ്മിയപ്പോഴാ അതിന് ഉയിലുണ്ടെന്ന് മനസ്സിലായി. എവിടെ തന്തിയാൻ? എന്റെ തന്തേനെ പറഞ്ഞ ഞാൻ വിചാരിച്ചത് ലാഭന്തമാണെന്ന്. അങ്ങനെ എവിടെ തള്ളയുണ്ടല്ലോ, എവിടെ തള്ള ബിവറേജ് കോർപ്പറേഷന്റെ ഫ്രണ്ടിൽ അവിച്ച മുട്ട വിൽക്കാൻ പോകുമ്പോ വേണ്ട എവിടെ അച്ഛൻ കാറ്റത്ത് പറന്നു പോയിരിക്കാൻ വേണ്ടി കുഴവി എടുത്ത് നെഞ്ചത്ത് വെച്ചിട്ടാ പോകുന്നത്.
ഒരുത്തിയാണ്. അതാ അച്ഛന്റെ ആരോഗ്യത്തെ കുറിച്ച് പാടേ. എടാ പോടാ നാണം കെട്ടവനെ പോ. നിന്റെ ആദ്യത്തെ ഭാര്യയുടെ അടുത്തേക്ക് നീ പോവാനാണെന്ന് എന്റെ ഉദ്ദേശമെങ്കിൽ എന്റെ നെഞ്ചത്ത് ചവിട്ടിട്ടാണോ നീ പോവുള്ളൂ? നല്ലൊരു കാര്യത്തിന് ആരും പട്ടിക്കടത്ത് ചവിട്ടിയിട്ട് പോകത്തില്ലല്ലോ. എന്തോ നീ ചെവിയെ നുള്ളിക്കോ ഗോപാല. എന്റെ അച്ഛൻ കൊല്ലൂലോ ഞാൻ നിന്നവനെ. അല്ലെങ്കിൽ ഇത് ഒറ്റ കാരണം കൊണ്ടാ കുടുംബം പോവാതെ കിടക്കുന്നത്. ഞാൻ മതിയല്ല ഞാൻ നിന്നെ നിന്നെ എന്താണോ നിനക്ക് എന്തുവാടാ? എന്റെ മുടിയെന്ന് വിടറാ. പെണ്ണ് പിടിയാ മുടിയെന്ന് വിടറാ. എന്റെ എന്റെ കുന്നത്തൂർ മുത്തപ്പ, എന്റെ മൂട് മാറ്റല്ലേ. വലിപ്പ് മൂടാണേ ഞാൻ. എടാ നിന്റെ ആദ്യ ഭാര്യ രാധമ്മ ഞാൻ കൊല്ലുവടാ പാട്ടി. രാധമ്മ പാവ, രാധമ്മ പാവ, രാധമ്മ പാവ.